You need to spend some time. അതിനൊരു സ്ഥലം, അതിനൊരു സമയം, അതിനൊരു ആഗ്രഹം, അതിനൊരു മനസ്സ്, അതിനൊരു ഡിസ്പോസിഷൻ അതുണ്ടായാൽ ലോകത്തുള്ള ഏത് മനുഷ്യനോടും. നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വരം പ്രവാചകൻ കേൾക്കാതിരുന്നപ്പോ ദൈവം ഒരു കഴുതയിലൂടെ സംസാരിച്ചു. ഒരു കഴുതയോട് സംസാരിച്ചു. എന്തുകൊണ്ട് അത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? അതായത് വലിയ വലിയ ആളുകൾ കേൾക്കാതിരിക്കുമ്പോൾ കഴുതകളിലൂടെ ദൈവം സംസാരിക്കും. അതുകൊണ്ട് അതിന് അറിവും പാണ്ഡിത്യവും ഒന്നും വേണ്ട. കർത്താവേന്ന് ഹൃദയം നൊന്ത് യേശുവിനെ സ്നേഹിക്കാൻ ഒരു കൃപയും ദൈവവചനത്തോടൊരു ബഹുമാനവും കർത്താവിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ, കർത്താവേ എന്നോട് നീ സംസാരിക്കണം. മനസ്സിലായോ? ഞാനീ പറയുന്നത് അവിടെ ആ കളർ കണ്ടു, ഈ കളർ കണ്ടു, അവിടെ വെളിച്ചം കണ്ടു, അവിടെ ആടിനെ കണ്ടു, പോത്തിനെ കണ്ടെന്ന് പറയുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ കളർ കാണുന്ന ഒത്തിരി പേരുണ്ട്. എന്നോട് ക്ഷമിക്കണം. ആ കളർ കാണുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച്